ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു ഐഡിയൽ അമീറ്ററിൻ്റെ പ്രതിരോധം. ഒരു ഐഡിയൽ അമീറ്ററിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് 0. അടുത്ത ചോദ്യം, രണ്ടോ അതിലധികമോ ഘട്ടങ്ങളായി നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് കോംപ്ലക്സ് പ്രവർത്തനങ്ങൾ. രണ്ടോ അതിലധികമോ ഘട്ടങ്ങളായി നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ കോംപ്ലക്സ് പ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കോംപ്ലക്സ് റിയാക്ഷന് എക്സാമ്പിളായിട്ട് പറയാം സിൽവർ അയേണും അതുപോലെ അമോണിയയും കൂടി ചേർന്നിട്ട് ഡയാമിൻ സിൽവർ ക്ലോറൈഡ് ഉണ്ടാകുന്ന രാസപ്രവർത്തനം. അടുത്ത ചോദ്യം, ഈഥൈൻ അസറ്റേറ്റിൻ്റെ വിശ്ലേഷണം ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന് ഉദാഹരണമാണ് ഈഥൈൻ അസറ്റേറ്റിൻ്റെ വിശ്ലേഷണം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ അതുപോലെ സീറോ ഓർഡർ ഈ ഒരു റിയാക്ഷനെ +2 ബേസിൽ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സും കൂടെ എടുത്ത് കണ്ടാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. അടുത്തത്, പഠനാസൂത്രണത്തിൻ്റെ ഒരു ഘട്ടമാണ് ഗൃഹപാഠം. പഠനാസൂത്രണത്തിൻ്റെ ഒരു ഘട്ടം ഗൃഹപാഠം. അടുത്ത ചോദ്യം, സൂര്യൻ്റെ ബാഹ്യപടലത്തിൽ ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞത് ഫ്രനോഫർ ലൈനുകളുടെ പഠനത്തിലൂടെയാണ്. ഫ്രനോഫർ ലൈനുകളുടെ പഠനത്തിലൂടെയാണ് സൂര്യൻ്റെ ബാഹ്യപടലത്തിൽ ഹൈഡ്രജൻ, ഹീലിയം എന്നീ വാതകങ്ങളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞത്. അടുത്ത ചോദ്യം, പ്രകാശവും അന്തരീക്ഷവുമായുള്ള പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് അറ്റ്മോസ്ഫറിക് ഓപ്റ്റിക്സ്. അറ്റ്മോസ്ഫറിക് ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രകാശവും അന്തരീക്ഷവുമായുള്ള പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ്. അടുത്ത ചോദ്യം, ത്രിമാന തലത്തിൽ തന്മാത്രകളുടെ ക്രമീകരണത്തെക്കുറിച്ചുള്ള രസതന്ത്ര ശാഖയാണ് സ്റ്റീരിയോ കെമിസ്ട്രി. ത്രിമാന തലത്തിൽ തന്മാത്രകളുടെ ക്രമീകരണത്തെക്കുറിച്ചുള്ള രസതന്ത്ര ശാഖ സ്റ്റീരിയോ കെമിസ്ട്രി. അടുത്ത ചോദ്യം, വാലൻസ്ഡ് ബോണ്ട് തിയറിയുടെ ഉപജ്ഞാതാവ് ലിനസ് പോളിംഗ് ആണ്. വാലൻസ്ഡ് ബോണ്ട് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ലിനസ് പോളിംഗ്. അടുത്ത ചോദ്യം, അധ്യയനത്തോടൊപ്പം നടക്കുന്ന ഒരു പ്രക്രിയയാണ് മൂല്യനിർണ്ണയം. അധ്യയനത്തോടൊപ്പം നടക്കുന്ന ഒരു പ്രക്രിയ മൂല്യനിർണ്ണയമാണ്. അടുത്ത ചോദ്യം, ഫോസ്ജീൻ എന്ന വാതകത്തിൻ്റെ രാസസൂത്രം. ഫോസ്ജീൻ എന്ന വാതകത്തിൻ്റെ രാസസൂത്രം COCl2. COCl2 എന്ന് പറയുന്നത് ഫോസ്ജീനാണ്. അടുത്ത ചോദ്യം, ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ടെട്രോക്ലോറോ ഈഥീൻ. ടെട്രോക്ലോറോ ഈഥീനാണ് ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്നത്.